നമസ്കാരം. ഒരു ചെറിയ പുഞ്ചിരി, അതിലെത്ര ശക്തി ഒളിഞ്ഞിരിത്തുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു മുഖഭാവത്തിന് ചുറ്റുമുള്ള ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമോ? വാ, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നറിയാം. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് ടെൻഷനടിച്ച് വീട്ടിലേക്ക് വരുന്നു. ആ ഒരു പിരിമുറുക്കം ഒരു പുഞ്ചിരി കൊണ്ട്, വെറുമൊരു പുഞ്ചിരി കൊണ്ട് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ? ചിലപ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത ഒരു വലിയ ശക്തിയുണ്ട്. സത്യത്തിൽ പുഞ്ചിരി എന്നത് മുഖത്തുണ്ടാകുന്ന ഒരു മാറ്റം മാത്രമല്ല, അതൊരു തരം ഊർജ്ജ കൈമാറ്റമാണ്. ഈ ഭാഗത്ത് നമ്മൾ പുഞ്ചിരിയെ ഒരുതരം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു വിദ്യുത് ശക്തിയായിട്ടാണ് കാണാൻ പോകുന്നത്. മാനവീയ വിദ്യുത്ത് എന്നൊരു ആശയമുണ്ട്. അതായത് മനുഷ്യന്റെ സ്വന്തം വിദ്യുത് ശക്തി. നമ്മുടെ പുഞ്ചിരിക്ക് പുറമേക്ക് കാണുന്നതിലും അപ്പുറം ഒരു തരം ഊർജ്ജം പ്രസരിപ്പിക്കാൻ കഴിയും. ഇത് കേവലം ഒരു സങ്കല്പമല്ല കേട്ടോ, മറ്റൊരാളുടെ മാനസികാവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു തരം എനർജിയാണിത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ അതൊരു മുഖഭാവം മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾ ആക്റ്റീവായിട്ട് മറ്റൊരാൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു വെറും റിയാക്ഷനല്ല, നമ്മൾ ബോധപൂർവം നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ശരി, ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ പോസിറ്റീവ് എനർജിക്ക് എങ്ങനെയാണ് ബന്ധങ്ങളുണ്ടാക്കാൻ കഴിയുന്നത്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. പുഞ്ചിരി എങ്ങനെയാണ് ഹൃദയങ്ങൾക്കിടയിൽ ആരും കാണാത്ത ഒരു പാലം പണിയുന്നത് എന്ന് നോക്കാം. ഗുരുദേവന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആഴം മനസ്സിലാകുമല്ലേ? പുഞ്ചിരിയെ ഒരു അദൃശ്യ പാലത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത രണ്ട് വ്യക്തികളെപ്പോലും സ്നേഹം കൊണ്ട് ഒരുമിപ്പിക്കാൻ കഴിവുള്ള ഒരു പാലം. ഈ പാലം എന്ന് പറയുന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങളൊരു അപരിചിതനെ കാണുന്നു, ഒരു പുഞ്ചിരി കൊടുക്കുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് വാക്കുകൾക്ക് അതീതമായ ഒരു കണക്ഷൻ അവിടെ രൂപപ്പെടുവാണ്. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു അപരിചിതനുമായി പോലും ഇങ്ങനെ ഒരു ബന്ധമുണ്ടാക്കാൻ ഒരു പുഞ്ചിരിക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ അതിനെത്രയെത്ര അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് മാറി വീടിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിലേക്ക് വരാം. ഒരു പുഞ്ചിരിക്ക് നമ്മുടെ വീടിനെ എങ്ങനെ ഒരു കോട്ട പോലെ സംരക്ഷിക്കാൻ കഴിയും? രണ്ടവസ്ഥകളെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. പുഞ്ചിരിയില്ലാത്തൊരു വീട്, അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴും ഒരുതരം ടെൻഷനും ഭാരവും ഒരു ലോ എനർജിയുമായിരിക്കും. എന്നാൽ പുഞ്ചിരികൾ നിറയുന്നൊരിടത്തോ അവിടെ സ്വാഭാവികമായും സമാധാനവും നല്ല പോസിറ്റീവ് എനർജിയും നിറഞ്ഞു നിൽക്കും. ഇതിനെയാണ് നമ്മൾ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഒരു പ്രത്യേക ഊർജ്ജം പുറത്തേക്ക് വിടുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തുവിടുന്ന ഈ പോസിറ്റീവ് എനർജിയുടെ അളവ് പെട്ടെന്ന് തന്നെ കൂടും. ഇങ്ങനെ കൂടുന്ന ഈ ഊർജ്ജം വെറുതെ പോവുകയല്ല ചെയ്യുന്നത്. അത് നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നു. നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തു നിർത്തുന്ന ഒരുതരം ഷീൽഡ്. പുഞ്ചിരി എന്ന് പറയുന്നത് ആളുകളുമായി ഇടപഴകാനുള്ള ഒരു ടൂള് മാത്രമല്ല, അതിനാഴത്തിലുള്ള ഒരു ആത്മീയ തലം കൂടിയുണ്ട്. നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരുപക്ഷേ ഈ വിശകലനത്തിലെ ഏറ്റവും മനോഹരമായൊരാശയം ഇതായിരിക്കും: നമ്മുടെ ഓരോ പുഞ്ചിരിയും ഈ പ്രപഞ്ചത്തോടുള്ള അല്ലെങ്കിൽ ഈശ്വരനോടുള്ള നമ്മുടെ ഒരു നിശ്ശബ്ദമായ നന്ദി പറച്ചിലാണ്. ശരി, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വയ്ക്കാൻ എളുപ്പത്തിന് ഒരു 5 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളായിട്ട് നമുക്കൊന്ന് ചുരുക്കി പറയാം. പുഞ്ചിരിയുടെ ആ 5 അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ഒന്നാമത്തത് ഊർജ്ജസഞ്ചാരം. ഇത് നമുക്ക് നല്ലൊരു തിളക്കം നൽകും, ടെൻഷൻ കുറയ്ക്കും. രണ്ടാമത്തത് പരസ്പരമേളം. ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും കയ്പുമൊക്കെ ഇല്ലാതാക്കുന്നൊരു പാലമായി ഇത് പ്രവർത്തിക്കും. മൂന്നാമത്തത് ആത്മീയ ശുദ്ധി. ഒരു പുഞ്ചിരി എപ്പോഴും നിർമ്മലമായ ഒരു ഹൃദയത്തിന്റെ അടയാളമാണ്. നാലാമതായി പ്രഭുകൃപ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തോടുള്ള നിശബ്ദമായ ഒരു നന്ദി പ്രകടനമാണിത്. പിന്നെ ഏറ്റവും അവസാനമായി ഘർ കാ സ്വർഗ്. ഇത് നമ്മുടെ വീട്ടിൽ സ്നേഹവും സന്തോഷവും നിറച്ച് ആ അന്തരീക്ഷം തന്നെ ഒരു സ്വർഗമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇനി പുഞ്ചിരിക്കുമ്പോൾ അതിനെ വെറുമൊരു മുഖഭാവമായി കാണരുത്. അത് ഈ ലോകത്തിന് തന്നെ നൽകാൻ കഴിയുന്ന ഒരു പുണ്യസമ്മാനമായി കാണുക. ഓർക്കുക, നിങ്ങൾ സന്തോഷത്തിന്റെ ഒരു പ്രകാശമാണ്. ആ പ്രകാശം മറ്റുള്ളവരിലേക്കും പകരുക.